നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി.വി. അൻവറിനെ ജയിലിലിട്ട് പൂശുമെന്നാണ് പൊതുവെ പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ വീരോചിതമായ അൻവർ പുറത്തിറങ്ങി. നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ച കേസിലാണ് പി.വി. അൻവറിനെ പോലീസ് തൂക്കിയെടുത്തതും നേരെ ജയിലിലടച്ചതും. എന്നാൽ MLA എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട പരിഗണനയൊന്നും ലഭിച്ചില്ല എന്ന് പി.വി. അൻവർ പറയുന്നു. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല തനിക്ക് രാവിലെ തന്നത്. രാവിലെ ഒരു ചായയും ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്നതിനേക്കാൾ തനിക്കൊരു കട്ടിൽ മാത്രമാണ് അധികം അനുവദിച്ചത്. ഒരു തലയിണ ചോദിച്ചിട്ട് തന്നില്ല. വ്യക്തിപരമായി സംശയം തോന്നിയതുകൊണ്ട് താൻ ഉച്ചഭക്ഷണം കഴിച്ചില്ല. പലർക്കും വിഷം കൊടുത്തും കത്തിയെടുത്ത് കുത്തിയുമൊക്കെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. എന്നാൽ സ്വാഭാവികമായി എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാത്തത്. ജയിലിലെ ഉച്ചഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകുമോ എന്ന് ഭയപ്പെട്ട അൻവർ ജയിലിൽ നിന്നിറങ്ങിയ പി.വി. അൻവർ മാധ്യമപ്രവർത്തകരോട് ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. ഇനി UDF-നൊപ്പം എന്ന പ്രഖ്യാപനമാണ് അൻവർ നടത്തിയത്. തൊട്ടു പിന്നാലെ പാണക്കാട് തറവാട്ടിലെത്തി. ഇതോടെ പി.വി. അൻവർ മുസ്ലിം ലീഗിലേക്കെന്ന അഭ്യൂഹങ്ങൾ കേരളത്തിൽ ശക്തമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ പോരാടാൻ UDF-നൊപ്പം ചേരുമെന്ന് അൻവറിന്റെ പ്രഖ്യാപനം പലരും വല്ലാതെ ഭയപ്പെട്ടാണ് CPM-ലും LDF-ലുമൊക്കെ തുടരുന്നത്. UDF നേതൃത്വമാണ് തന്റെ ഔദ്യോഗിക പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാണക്കാട് തറവാട്ടിലെത്തി സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുമായി പി.വി. അൻവർ സംഭാഷണം നടത്തി. ലീഗിലേക്ക് പി.വി. അൻവർ കടന്നു കയറുമോ എന്ന് കേരളം പൊതുവെ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും K. സുധാകരനുമൊക്കെ പി.വി. അൻവറിനെ വരവേൽക്കുന്നു. എന്നാൽ മറുവശത്ത് VD സതീശന് പഴയ കലിപ്പത്ര മാറിയിട്ടില്ല. പണ്ട് VD സതീശൻ ബാംഗ്ലൂരിൽ നിന്ന് 100 കോടി രൂപ കേരളത്തിലേക്ക് കടത്തി എന്നൊക്കെ തട്ടിവിട്ടിരുന്നു പി.വി. അൻവർ. അതിൻ്റെ കലിപ്പ് ഇപ്പോഴും സതീശൻ്റെ ഉള്ളിലുണ്ട്. പി.വി. അൻവറിനെ കൂടെ ചേർക്കുന്നതിൽ ചില അപകടങ്ങളുണ്ട് എന്ന് VD സതീശൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ തരം പോലെ രമേശ് ചെന്നിത്തല പി.വി. അൻവറിനൊപ്പം ചേർന്നു നിൽക്കുന്നു. UDF-ലേക്ക് ഒരു ഘടകകക്ഷിയായി പ്രവേശിപ്പിക്കണമെന്നതാണ് പി.വി. അൻവറിൻ്റെ അഭ്യർത്ഥന. അതിനോട് മിക്കവരും മുഖം തിരിക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ കോൺഗ്രസിനുള്ളിൽ കയറുക, അല്ലെങ്കിൽ ലീഗിനുള്ളിൽ പ്രവേശിക്കുക. ഇത്തരമൊരു ഫോർമുലയാണ് ഇപ്പോൾ പി.വി. അൻവറിന് മുന്നിലുള്ളത്. ജയിലിൽ നിന്നിറങ്ങിയ പി.വി. അൻവർ UDF പ്രവേശനത്തിന് മുൻപ് ഇപ്പോൾ പാണക്കാടെത്തി ഒരുവിധം വെന്റിലേറ്ററിൽ കയറി. ഇനി ട്യൂബും മറ്റു സാധനങ്ങളുമൊക്കെ മാറ്റി UDF പ്രവേശനം അത് ഏത് തലത്തിലാകുമെന്നാണ് പൊതുവെ കേരളം ഉറ്റുനോക്കുന്നത്. ഒരു കാലഘട്ടം മുഴുവൻ UDF നേതാക്കളെ മുച്ചൂടും ചീത്ത പറഞ്ഞ പി.വി. അൻവർ. അന്നൊക്കെ പിണറായി വിജയന്റെ വിശ്വസ്ത വിധേയനായിരുന്നു പി.വി. അൻവർ. പിന്നീട് യജമാനെതിരെ തിരിഞ്ഞ പി.വി. അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായി ആരോപണങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അടക്കം അൻവർ എടുത്തിട്ടമ്മാനമാടി. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ ADGP MR അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. P. ശശിയെ സമാനതകളില്ലാത്ത തലത്തിൽ ആക്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്ര ശക്തമായ ആക്രമണത്തിനിറങ്ങിയ പി.വി. അൻവറിന് രാഷ്ട്രീയ അഭയം കൊടുക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയപരമായി നല്ലത് എന്ന് ഉപദേശിക്കുന്നവർ ഏറെയുണ്ട് UDF-ൽ. പിണറായി വിജയനെ താഴെയിറക്കാൻ അതുകൊണ്ട് തന്നെ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന അൻവറിന്റെ പ്രഖ്യാപനം താൻ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തതാണ്. പിണറായിയുടെ ഭരണത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് UDF-മായി സഹകരിക്കും. UDF-ൽ ചേരുമോ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമോ എന്നിപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. LDF-ൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ുള്ളൂ. പ്രത്യേകിച്ച് CPM-ലെ വലിയൊരു നേതാവായി നിന്ന അൻവർ ഇപ്പോൾ LDF വിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കുറച്ചുകാലം UDF-ലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ടേ എന്ന നിലപാടുള്ള ഒരുപാട് നേതാക്കളുണ്ട് UDF-ൽ. ആര്യാടൻ ഷൗക്കത്തിൻ്റെ തട്ടകമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ UDF-ന് നിലമ്പൂർ സീറ്റ് പി.വി. അൻവറിന് സമ്മാനിക്കുക അത്ര എളുപ്പമല്ല. ഇവിടെ ലീഗിൻ്റെ സഹായം വേണ്ടിവരും. ലീഗ് തനിക്ക് തന്ന ധാർമ്മിക പിന്തുണയ്ക്ക് നന്ദി പറയാനാണ് താൻ പാണക്കാട് തറവാട്ടിലെത്തിയത് എന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോൾ പി.വി. അൻവർ. രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ ഇരുമ്പുലക്കയല്ല. ലീഗിനെതിരെ മുമ്പ് നിരവധി ആരോപണങ്ങൾ പി.വി. അൻവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ ഇപ്പോൾ ലീഗ് നേതൃത്വത്തിനോ പാണക്കാട് കുടുംബത്തിനോ വലിയ വിഷയമാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് പി.വി. അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ താൻ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ അടഞ്ഞ അധ്യായമാണ്. പുതിയ അധ്യായങ്ങൾ തുറക്കാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നത്. അധികാരത്തിനും സീറ്റിനും വേണ്ടിയല്ല UDF-മായി സഹകരിക്കുന്നത്. അധികാരത്തിനു വേണ്ടിയാണെങ്കിൽ നിലവിലുള്ള മുന്നണിയിൽ തുടർന്നാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യമാണ് അൻവറിന്. താൻ നിലപാടുകളുടെ പേരിലാണ് UDF-മായി സഹകരിക്കുന്നത്. MLA ആവുക എന്നത് തൻ്റെ ലക്ഷ്യമല്ല.
ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് PV അൻവർ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാഴ്ച ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായി. PV അൻവറിന്റെ വീട് വളഞ്ഞാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതും ഒടുവിൽ ജയിലിലടച്ചതും. ചെകുത്താനും കടലിനുമിടയിലാണ് ഇപ്പോൾ UDF. PV അൻവറിനെ കൈവിട്ടാൽ അത് രാഷ്ട്രീയപരമായി നഷ്ടമുണ്ടാക്കുമെന്ന് ചില നേതാക്കൾ UDF നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. മറിച്ച് ഇതുവരെ കോൺഗ്രസ് നേതാക്കളെയും ലീഗ് നേതാക്കളെയും ഒക്കെ മുച്ചൂടും ചീത്ത പറഞ്ഞ PV അൻവറിനെ ഒരൊറ്റ ദിവസം കൊണ്ട് UDFന്റെ ഭാഗമാക്കിയാൽ അത് ഭാവിയിൽ ഏതൊക്കെ തലത്തിൽ UDFനെ ബാധിക്കും എന്ന പരിഭ്രാന്തിയും പൊതുവെയുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം കരിഞ്ഞ് PV അൻവറിനെ ലീഗിലേക്ക് എടുക്കട്ടെ എന്ന അഭിപ്രായക്കാരുണ്ട് ഏറെ കോൺഗ്രസിൽ. അപ്പോൾ പിന്നെ PV അൻവറിനെ ചുമന്നു എന്ന പേരുദോഷം തങ്ങൾക്കുണ്ടാകില്ലല്ലോ എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് തന്നെ ജയിലിൽ അടച്ചതിന് പിന്നിൽ പിണറായി വിജയന്റെ ഗൂഢാലോചനയെന്ന് PV അൻവർ പറയുന്നു. കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല. പിണറായി വിജയൻ ഭരണകാലത്തെ ജയിൽ അനുഭവം അത്ര നല്ലതായിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായി. അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ UDF നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനുള്ള അടുത്ത മുന്നേറ്റങ്ങളിൽ വേണമെന്നും PV അൻവർ പറയുന്നു. അൻവറിന്റെ ഉറ്റയാനിയായി EA സുഗു ഇപ്പോഴും ജയിലറയ്ക്കുള്ളിലാണ്. കേസിൽ 6ാം പ്രതിയാണ് സുഗു. ഇന്നലെ രാത്രി 8:25 അൻവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ PV അൻവറിനെ പ്രവർത്തകരും അണികളുമൊക്കെ ചേർന്ന് വലിയ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ DMK പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. PV അൻവറിന് അഭിവാദ്യം അർപ്പിച്ച് ജയിലിന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. ജയിലിന് പുറത്ത് PV അൻവറിന് വൻ സ്വീകരണമാണ് അണികൾ ആസൂത്രണം ചെയ്തത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് അൻവർ പറഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PV അൻവറിന് ചങ്കുവെട്ടിയിൽ പ്രവർത്തകർ സ്വീകരണം നൽകി. വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചുവെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിൽ എത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെ ജയിൽ മോചനം 8:25 വരെ നീണ്ടുപോയി. അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാറാണ് മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. PV അൻവറിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് VS മനോജ് കുമാർ. തിരുവനന്തപുരം തട്ടകമാക്കി വലിയ രാഷ്ട്രീയ പരിചയമുള്ള VS മനോജ് കുമാറിനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ PV അൻവറിന്റെ വിജയങ്ങളുടെ മുഖ്യ കാരണവും. നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് PV അൻവറിന് ജാമ്യം അനുവദിച്ചത്. മറ്റു പ്രതികളെ കണ്ടെത്താൻ അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ അൻവർ ജനപ്രതിനിധിയാണെന്നും മണ്ഡലത്തിൽ സാന്നിധ്യം വേണമെന്നും കോടതി കസ്റ്റഡി ഇത് തടസ്സമാകുമെന്നും അൻവറിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സമാനമായ കുറ്റകൃത്യങ്ങൾ അൻവറിന്റെ പേരിൽ നേരത്തെയില്ല. എന്നാൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അൻവർ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. UDF അധികാരത്തിൽ വരണം, ജനങ്ങളെ ബാധിക്കുന്ന വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് തുടർന്ന് മാധ്യമപ്രവർത്തകരോട് അൻവർ പറഞ്ഞു. ഞാൻ UDFന് പിന്നിലുണ്ടാകും. MLA സ്ഥാനവും മറ്റു പദവികളും തനിക്ക് UDF നൽകേണ്ട. ഭയപ്പെട്ടാണ് CPMലും LDFലുമൊക്കെ പലരും തുടരുന്നത്. RSSുമായി ബന്ധപ്പെട്ട ശക്തമായ അധികാര കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രബലരായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രബലരായ നേതാക്കൾ തമ്മിൽ അടുത്ത ബന്ധമാണ്. പിണറായി BJP RSS അച്ചുതണ്ടാണ് അതിനെ നിയന്ത്രിക്കുന്നത്. CPM ഇനി കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് പിണറായി വിജയനെ RSS ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ചിന്ത. പിണറായിയുടെ കൈയും കാലും നാവുമൊക്കെ ബന്ധിതമാണ്. ഈ ചരടുകളുടെയെല്ലാം അറ്റം RSSന്റെ കൈകളിൽ. അവരുടെ തീരുമാനമില്ലാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പിണറായിക്ക് കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന് അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. UDFിലേക്ക് എങ്ങനെയും കയറിക്കൂടുക തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം. ഇനി നേരിട്ട് ഒരു ഘടകകക്ഷിയായി കയറിക്കൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ അൻവർ പ്രവേശിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളുമായി അൻവർ സംഭാഷണം നടത്തി. താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനെ പോലെ UDFിൽ പ്രവർത്തിച്ചുകൊള്ളാം എന്നാണ് ഇപ്പോൾ അൻവർ UDF നേതാക്കൾക്ക് വാക്കുകൊടുക്കുന്നത്. PV അൻവറിന് രാഷ്ട്രീയ ഓക്സിജൻ നൽകുകയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. അൻവറിന് കൂടുതൽ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിൽ വരുമോ എന്ന് ഇടതുപക്ഷവും ഭയപ്പെടുന്നു. വിഡ്ഢിതമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ചെയ്തു കൂട്ടുന്നത് എന്ന് മറ്റു ചിലർ നെറ്റിച്ചുളിക്കുന്നു. എന്തായാലും UDFിൻ്റെ ഓരം ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരം അങ്ങനെ PV അൻവറിന് മുന്നിൽ തുറന്നു കിട്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.